Hello guys, welcome back to another episode of Malli Vlogger. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ടി വഴിയിൽ കിടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ എന്താണെന്ന് നോക്കാം. അതായത് കാറിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വഴിയിൽ കിടക്കാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു വണ്ടി എടുക്കാനായിട്ട്. അതായത് അത്യാവശ്യം കുറച്ച് വർഷങ്ങളോളം എടുത്ത അപ്പം തന്നെ ഉള്ള വണ്ടി കാര്യമല്ല ഞാൻ പറയുന്നത്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞിട്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ഈ ഒരു വീഡിയോ ഈ ഒരു ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം അടിപൊളി കിടിലൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഇനി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു, നമ്മുടെ വണ്ടി ടാറ്റ ഇന്ത്യക്കാണ്. പഴയ മോഡലാണ്, ഏകദേശം 2009 മോഡൽ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ആണ് ഞാൻ ഇന്നലെ ഓഫീസിൽ പോയിട്ട്, അതായത് ഇന്നലെ ശനിയാഴ്ച ഞാൻ ഓഫീസിൽ പോയത്. രാവിലെ കട്ട മഴ ആയതുകൊണ്ട് നമ്മുടെ കാറിലാണ് ഓഫീസിൽ പോയത്. അപ്പം തിരിച്ചു വന്ന വഴി നമ്മുടെ ബാറ്ററി അങ്ങ് ചത്തുപോയി. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 7:30-7:30ക്കാണ് ഞാൻ കാർ എടുത്തപ്പോൾ സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി ഇങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്, അതായത് ഒരു 2-3 മാസമായി ഇങ്ങനെ സ്റ്റാർട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയി തുടങ്ങിയിട്ട്. എന്തായാലും ബാറ്ററി മാറ്റാറായത് അറിയാമായിരുന്നു. എന്നിട്ട് രാവിലെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി ഓഫീസിൽ ചെന്ന് തിരിച്ച് വൈകുന്നേരം ഒരു 6:30 ഒരു 5:45 ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് ഞാൻ വന്ന വഴി ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിച്ചു. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിച്ചിട്ട് ഒരു പമ്പിൽ വന്നു. പെട്രോൾ പമ്പിൽ നമ്മുടെ ഇവിടെ കുർസിലേക്കോട്ടുള്ള പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട് എന്താ സംഭവിച്ചെന്ന്. സാധാരണ ഞാൻ വണ്ടി ഓഫ് ചെയ്യാറില്ല. നമ്മുടെ ഡീസലിൻ്റെ ടാങ്കിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഇവിടുത്തെ സാധനം ഉണ്ടല്ലോ, ഇവിടെ വലിച്ചു തുറക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവിടെ ഒരു പേപ്പർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സാധനം തുറക്കാനായിട്ട് സാധാരണ ഞാൻ വണ്ടി ഓഫ് ചെയ്യാതെയാണ് ഇറങ്ങിപ്പോകാറ്. പക്ഷെ എന്തോ ഒരു പൊട്ട ബുദ്ധിക്ക് ഞാൻ വണ്ടി ഒന്ന് ഓഫ് ചെയ്തിട്ട് പോയി ഡീസലടിച്ച് തിരിച്ചു വന്ന് താക്കോല് തിരിച്ചപ്പോണ്ടാ വണ്ടി സ്റ്റാർട്ടാവല്ല. വണ്ടി സ്റ്റാർട്ടാവല്ല എന്ന് പറഞ്ഞാൽ വണ്ടി സെൽഫ് എടുക്കുന്നില്ല. തിരിക്കുമ്പോൾ ടക്ക് എന്നൊരു ഒച്ച മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോയതാണ്. അതായത് അത്രയും ഓടിച്ചു കൊണ്ടിട്ട് ബാറ്ററി ചാർജ് ആയില്ല, ബാറ്ററി അടിച്ചു പോയി. എന്നിട്ട് ഞാനും ആ പമ്പിൽ ആകെ ഒരു ചേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും ആ ഒരു ചേട്ടനും കൂടെ വണ്ടി തള്ളി. ഒരു സാധനം അവിടെ എന്തിലോട്ടെ. എന്നിട്ട് ഞാനും ആ ചേട്ടനും കൂടെ വണ്ടി തള്ളി കുറച്ച് ദൂരത്തേക്ക് മാറ്റിയിട്ടു. കാരണം വേറെ വണ്ടികൾ പറയുമ്പോൾ ഡീസൽ അടിക്കാനോ പെട്രോൾ അടിക്കാനൊക്കെ വേണമല്ലോ. തള്ളാനാണെങ്കിൽ കൊടുക്കത്തെ പാട്. ഞാനും ആ ചേട്ടനും കൂടെ, ഞാൻ പുറത്ത് ഇവിടെ നിന്ന് തള്ളി, ആ ചേട്ടൻ പുറകെ നിന്നും തള്ളി. നേരെ തള്ളുന്നതിന് കുഴപ്പമില്ല, പക്ഷെ തിയറിക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ തള്ളാൻ കുറച്ച് പാടാണ്. എന്നിട്ട് അവിടെ തള്ളിക്കൊന്നിട്ടു. എന്നിട്ട് എന്ത് ചെയ്യാനാ, ലോക്ക്ഡൗൺ അല്ലേ, ആരെ വിളിക്കാൻ. എന്നിട്ട് നമ്മുടെ അവിടെ തന്നെ അടുത്തൊരു കടയുണ്ടായിരുന്നു, ബാറ്ററിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനെ പരിചയം ഉണ്ടായിരുന്നു. നമ്പറൊക്കെ ഒപ്പിച്ച് ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കി തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ടുപോക്കളാന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു വീട്ടിലെന്തോ പണിയിലാണ്, ഒരു 3/4 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും വന്ന് സ്റ്റാർട്ടാക്കി തരാമെന്ന് പറഞ്ഞു. എങ്ങനെ ആ ചേട്ടൻ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ പപ്പേനെയൊക്കെ വിളിച്ചു പറഞ്ഞു. പിന്നെ അപ്പുറത്തുള്ള ചേട്ടായിനെയൊക്കെ വിളിച്ചു പറഞ്ഞു. ചേട്ടായിയൊക്കെ വന്നു. എന്നിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു, പമ്പിൽ കുറച്ച് നേരം ഇരുന്നു. ആ ചേട്ടനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. വർത്താനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ, കുറച്ച് ദൂരെയൊക്കെ മാറി ഇരുന്നത്. സാമൂഹിക അകലം നമ്മൾ പാലിക്കണമല്ലോ. എന്നിട്ട് ഒരു 7:30 കഴിഞ്ഞ് 7:45 ആയപ്പോഴത്തേക്കും ആ ചേട്ടൻ വന്നു, സ്പെയർ ബാറ്ററിയും കൊണ്ട് വന്നു. എന്നിട്ട് മറ്റേ മീറ്റർ ഉണ്ടല്ലോ ബാറ്ററിയുടെ ചാർജ് വെക്കുന്നത്, ആ സാധനം കുത്തി നോക്കിയിട്ട് പറഞ്ഞു ബാറ്ററി അടിച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും, സ്പെയർ ബാറ്ററി വെച്ചിട്ട് നമുക്ക് ഓടിച്ചു കൊണ്ടുവരാനും പറ്റും. പക്ഷെ വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെയും സ്റ്റാർട്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വേറെ ബാറ്ററി പോയി വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ച് സ്റ്റാർട്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ ചോദിച്ചു ബാറ്ററി മാറ്റണോ അതോ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ബാറ്ററി മാറ്റിക്കോളാൻ പറഞ്ഞു. നമ്മുടെ വണ്ടിയിൽ വയ്ക്കുന്ന ആമറോണിൻ്റെ ബാറ്ററിയാണ്, അത്യാവശ്യം പവർ കൂടിയ ബാറ്ററിയാണ്, ഇതൊരു ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ബാറ്ററി നമ്മൾ മാറ്റി വെച്ചു. ബാറ്ററി അവിടെ നിന്ന് ചേട്ടൻ സ്പെയർ ബാറ്ററി വെച്ച് വണ്ടി സ്റ്റാർട്ടാക്കി നേരെ പുള്ളിയുടെ ഷോപ്പിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ പുതിയ ബാറ്ററി മാറ്റി വെച്ചു. ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, ഏകദേശം 4,900 രൂപ കേട്ടോ. പഴയ ബാറ്ററി അങ്ങോട്ട് എടുത്തതിന് ശേഷം, അല്ലാത്ത എടുക്കാതെ 1000 സംതിങ് ആണ് പറഞ്ഞത്, പക്ഷേ 6000 സംതിങ് ആണ് പറഞ്ഞത്. പക്ഷേ ബാറ്ററി അങ്ങോട്ട് എടുത്തിട്ട് 4,900 രൂപയായി നമ്മൾ കൊടുത്തു. അങ്ങനെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ വന്നു. ഇതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് 5 കൊല്ലമാണ്.
5 ഇയർ ആണ് അവർ തരുന്ന വാറണ്ടി. അപ്പോൾ ഈ 5 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾ അധികം വെച്ച് ഓടിച്ചുകൊണ്ടിരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഡീസൽ വണ്ടികളിലെ ബാറ്ററിയിലെ കൺസംഷൻ കുറച്ച് കൂടുതലായിരിക്കും. കാരണം കൂടുതൽ ഇലക്ട്രിക് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്രോൾ വണ്ടിയിൽ അത്രയും പവർ കൺസംഷൻ വരുന്നില്ല. അപ്പം നമ്മുടെ വണ്ടി അത്രയും ലോഡ് എടുക്കുന്നതാണ്. അപ്പം എന്താ പറയുക, ബാറ്ററി നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. 5 കൊല്ലം കഴിയുമ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും ചെറിയ ഒരു ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ബാറ്ററി ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അടിച്ചു പോകാറായോ ഇല്ലയോ എന്ന് അവർ പറഞ്ഞു തരും. ഒരു മീറ്റർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും ചാർജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ അതോ എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു തരും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ബാറ്ററി കഴിയുന്നത് ബാറ്ററി മാറ്റുക. വഴിയിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ അറിയാലോ, മൊത്തം സീനാണ്. നേരത്തെ നമ്മുടെ വണ്ടി ഇതേപോലെ തന്നെ വഴിയിൽ കിടന്നു പോയതാണ് കേട്ടോ. അത് ഇതേപോലെ തന്നെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാക്കിയപ്പോഴാണ് ബാറ്ററി ടക്കേന്ന് പറഞ്ഞ് ഒച്ച കിട്ടു. പിന്നെ സാധനം സ്റ്റാർട്ടായില്ല. പിന്നെ നമ്മുടെ ഈ ഒരു വണ്ടി സെൻസർ വണ്ടിയാണ്. സെൻസർ വണ്ടി ആയതുകൊണ്ട് തള്ളി സ്റ്റാർട്ടാക്കാൻ പറ്റില്ല. ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് തള്ളി സ്റ്റാർട്ടാവില്ല. ബാറ്ററിയിൽ എന്തായാലും ബാറ്ററിയിൽ നിന്ന് ആ ചാർജ് വരണം. സെൽഫ് അടിച്ച് സ്റ്റാർട്ടാക്കാനായിട്ട് പറ്റുള്ളൂ സെൻസർ വണ്ടി ആയതുകൊണ്ട് തന്നെ. പിന്നെ വേറൊരു വണ്ടിയുടെ ബാറ്ററി വെച്ച് സ്റ്റാർട്ടാക്കിയിട്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഓഫായി പോകും. കാരണം നമ്മുടെ ഡൈനാമോ ബാറ്ററിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ ബാറ്ററിയുടെ ചാർജും ബാറ്ററിയുടെ വാറണ്ടി പീരീഡും ബാറ്ററിയുടെ അവർ തരുന്ന 5 കൊല്ലം ഗ്യാരണ്ടി പീരീഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പരമാവധി ഡീസൽ വണ്ടികളിലെ ബാറ്ററി മാറ്റാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വഴിക്ക് കിടക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എനിക്ക് സീരിയസ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വഴിയിൽ കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും ബാറ്ററിയുടെ കേസ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇന്നലെ ഉണ്ടായ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ കട്ട മഴ കണ്ടിട്ടോ, ഒരു രക്ഷയില്ല. എന്ത് ചെയ്യാനല്ലേ. ഈ ബാറ്ററി ഡൗൺ ആയത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാറ്ററി പോവാറായെന്ന് നമുക്ക് അറിയായിരുന്നു. ആ ഒരു ബോധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കീ ഓണാക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മളിപ്പോൾ ഓണാക്കുന്ന സമയത്ത് ഈ സാധനം ടക്ക് എന്ന് പറഞ്ഞാൽ ഈ മീറ്ററൊക്കെ എങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇത് ഈ ഒരു സംഭവത്തിൻ്റെ അകത്തുനിന്ന് ഇത് എന്തോ ഈ സി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു, അതിൻ്റെ അകത്തുനിന്ന് ടക്ക് എന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടോണ്ടിരിക്കും. പിന്നെ ബാറ്ററിയുടെ അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കൂടെ കേൾക്കണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ബാറ്ററി ഏകദേശം ചത്തൂന്ന്. അപ്പം തന്നെ ഞാൻ പുള്ളിനെ വിളിച്ച് ചോദിച്ചു. നമ്പർ ഉണ്ടായിരുന്നില്ല. നമ്പർ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂവിൻ്റെ അകത്തുണ്ടായിരുന്ന ചേട്ടായുണ്ടല്ലോ, പുള്ളിനെ വിളിച്ച് ചോദിച്ച് നമ്പറൊക്കെ വാങ്ങിച്ച് പുള്ളിനെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. കുറേ സമയം എടുത്തു കേട്ടോ. സമയമെടുത്ത് ബാറ്ററിയൊക്കെ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പുതിയ ബാറ്ററി വാങ്ങിച്ചു വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ഇപ്പോൾ എവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കാതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ്ട് നമ്മുടെ പുതിയ ബാറ്ററി. 4900 ബാറ്ററി ആയിരിക്കണേ. അപ്പോൾ ചില ബാറ്ററി ഇതിൻ്റെ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടോ. സാധാ ടെർമിനൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ്, നെഗറ്റീവ് ഇവിടെയാണ് വരുന്നത്. പക്ഷേ ചില ബാറ്ററിയുടെ പുതിയ വണ്ടികളിലേക്ക് പോസിറ്റീവ് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റേഡിയേറ്റർ ലീക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാവിലെ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് റേഡിയേറ്ററിലെ വെള്ളവും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇത് സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡാണ്. സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ചെക്ക് ചെയ്യുക. ഇത് നമ്മുടെ ലീക്കാണ്. അത് ലീക്കാണ്, റേഡിയേറ്റർ ലീക്കാണ്. പിന്നെ ഓയിൽ ഡീസൽ വണ്ടിയിട്ട് കുറച്ച് കറുത്തിരിക്കുള്ളൂ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഡീസൽ വണ്ടിയാണ്. പിന്നെ ഇതൊരു 1 2 3 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് കാണുന്നുണ്ടോ, ഇത് ആക്സിലേറ്ററിൻ്റെ കേബിളാണ് കേട്ടോ. ഇത് പിടിച്ചത് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാലും ആക്സിലേറ്റർ റേസ് ആവും. ടാറ്റയുടെ എഞ്ചിനാണ്, ഫുൾ ഓയിൽ ലീക്കാണ് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി വഴിയിൽ കിടക്കാനുള്ള സാധ്യത ഉണ്ടാകും. റേഡിയേറ്ററിൽ വെള്ളം ഇല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആകും. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എഞ്ചിന് പല പ്രശ്നങ്ങൾ വരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും റേഡിയേറ്ററിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ഓയിലിൻ്റെ ലെവൽ കറക്റ്റാണെന്ന് നോക്കണം. അതേപോലെ തന്നെ വൈപ്പറിന് ഇതിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. കാരണം എന്തെങ്കിലും ഫോഗും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ വൈപ്പറിന് അത് നോക്കണം. അങ്ങനെ പിന്നെ എല്ലാ ടയറിനെയും പ്രഷർ, എല്ലാ ടയറിനും കാറ്റുണ്ടോ എന്ന് നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് തീർച്ചയായിട്ടും നോക്കിയിട്ടുണ്ടാവണം. കാരണം ടയറിന് ഇതിൽ പറ്റിക്കഴിഞ്ഞാൽ ആകെ സീനാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വണ്ടി വഴി കിടക്കാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വീണ്ടും അടിപൊളി കിടിലൻ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരേക്കും ഇറ്റ്സ് മീ ഗുഡ് ബൈ ഫ്രം മല്ലി വ്ലോഗർ.